ബാക്കിലോട്ട് എന്താ ഒരു നാട് മുഴുവൻ 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നാട്ടിലേക്കെത്തുന്ന ഭഗവതിയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണിത്. വല്ലാത്ത വൈകാരിക ആവേശം തോന്നുന്ന രംഗങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാർഷിക ഗ്രാമമായിരുന്ന ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലേക്ക് വയലേലകളും കൃഷിസമൃദ്ധിയുടെ അടയാളമായിരുന്ന തോടുകളും ഗ്രാമഭംഗിയുമൊക്കെ കടന്നാണ് ദേവി നാട്ടിലെ ഊരുകളിലേക്ക് ജനങ്ങളെ കാണാൻ വരുന്നു എന്നാണ് സങ്കല്പം. കുട്ടികളും യുവാക്കളും വൃദ്ധരും പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും അക്ഷരാർത്ഥത്തിൽ ഒന്നാകുന്ന കാഴ്ചയാണ് പുത്തൂർ കണിയാപൊയ്ക ക്ഷേത്രത്തിലെ ദേവിയുടെ നാട് കാണൽ ഘോഷയാത്രയ്ക്ക് കാണാൻ കഴിയുന്നത്. ദേവി നാട് കാണാൻ വരുന്നു എന്ന സങ്കല്പത്തിലെത്തുന്ന എഴുന്നള്ളത്തിനെ ഓരോ കരയുടെയും അതിർത്തിയിൽ വലിയ ചൂട്ട് കത്തിച്ച് ആർപ്പോ വിളികളോടെ സ്വീകരിക്കുന്നു. വയലേലകളും തോടും മേടുമൊക്കെ കടന്ന് രാത്രി മുഴുവൻ 3 കരകളിലായി പിന്നെ ദേവിയുടെ യാത്രയാണ്. പുലർച്ചെ ക്ഷേത്രത്തിൽ തിരികെ എത്തുന്നതോടെയാണ് ചടങ്ങുകൾ സമാപിക്കുന്നത്. പുത്തൂർ, ആറ്റുവശ്ശേരി, മൈലംകുളം നാടുകൾ ഒന്നാകുന്ന ചടങ്ങുകൂടിയാണ് ഊരുവലത്ത് ഘോഷയാത്ര. ദേവീക്ഷേത്രം അതായത് ചിരപുരാതനമായ ക്ഷേത്രമാണ്. ഭദ്രകാളി ക്ഷേത്രം. അപ്പോൾ അവിടെ 12 വർഷത്തിലൊരിക്കൽ കൂടുമ്പോഴുള്ള പാട്ടും കുരുതി, ഒപ്പം തന്നെ ഊരുവലം പാട്ടും കുരുതി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ദേവിയുടെ ഭക്തജനങ്ങളെ കാണാൻ വേണ്ടി, അതായത് 3 കരകളാണ്, ആറ്റുവശ്ശേരി, മൈലംകുളം 3 കരകളാണ്. ഈ 3 കരകളിൽ ഭക്തരെ കാണാൻ വേണ്ടി നേരിട്ട് ഇറങ്ങുന്ന ഒരു ചടങ്ങാണ് ഇന്നത്തെ.
കളത്തട്ട് കഴിഞ്ഞു. അപ്പോൾ ആറ്റുശ്ശേരി കളത്തട്ടിലാണ് വിശ്രമം. ആറ്റുശ്ശേരി കളത്തട്ടിനും ചരിത്ര പ്രാധാന്യവും കളത്തട്ടാണ്. ദേവിയുടെ ഇഷ്ട ദേശം എന്ന് വേണമെങ്കിൽ പറയാം ആറ്റുശ്ശേരി. അപ്പോൾ അതുകൊണ്ട് ആറ്റുശ്ശേരി കളത്തട്ടും ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. ഈ കളത്തട്ടിലാണ് എല്ലാ വർഷങ്ങളിലും ഉത്സവത്തിന് ഇവിടെ വിശേഷമുണ്ട്. അപ്പം തന്നെ ഈ 12 വർഷം കൂടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജനങ്ങളെ കാണുന്നില്ല, ഇത്രയും ജനങ്ങൾ ഒരു ഉത്സവത്തിന് പോകും. ഉത്സവത്തിൻ്റെ എത്രത്തോളം ജനങ്ങളുണ്ടോ അത്രയും ആൾക്കാരുടെ ഒരു പങ്കാളിത്തമാണ് ഈ വരുന്ന ഏലായിൽ, ആറ്റുശ്ശേരി ഏലായിൽ മുഴുവൻ തന്നെ മുഴുവൻ ഒരു ഉത്സവ പ്രതീതിയാണ്. താലപ്പൊലിയും വാദ്യമേളങ്ങളും ഒക്കെയുള്ള അങ്ങനെയാണ് ദേവിയെ സ്വീകരിക്കുന്നത്. ഇന്ന് ആറ്റുശ്ശേരി ഇന്ന് രാത്രി ആറ്റുശ്ശേരി ഒപ്പം മൈലംകുളവും ദേശം സന്ദർശിച്ച ശേഷം രാവിലെ 5:00 ദേവി ക്ഷേത്രത്തിൽ തിരികെ എത്തും. നാട് മുഴുവൻ പ്രദക്ഷിണം നടത്തി ദേവി തിരികെ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴേക്കും ഗ്രാമത്തിൽ മുഴുവൻ ഐശ്വര്യമെത്തുന്നു എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. പുലർച്ചെ ക്ഷേത്രത്തിലെത്തി പിരിയുമ്പോൾ മുതൽ ഇനി 12 വർഷത്തെ കാത്തിരിപ്പാണ് ഭഗവതിയുടെ വരവിനായി.